break. ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റമാണ്. എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഞാൻ തന്നെ പറയാം, ഐസ്ക്രീം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഐസ്ക്രീം ഈസി ആയിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഒരു മാർക്കർ അല്ലെങ്കിൽ സ്കെച്ച് പെൻ വേണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളർ മാർക്കറാണ്. അപ്പോൾ നമുക്ക് വരച്ച് തുടങ്ങാം. ആദ്യം തന്നെ ഇതുപോലെ ഒരു കേർവ്ഡ് ലൈൻ വരയ്ക്കാം. രണ്ടാമതും മൂന്നാമതും ഇതുപോലെ ഒരു കേർവ്ഡ് ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരയ്ക്കാം. ഇത് നമ്മുടെ മറ്റേ ഐസ്ക്രീം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വരുന്ന ഐസ്ക്രീം, അങ്ങനത്തെ ഒരു ഐസ്ക്രീമാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലും ഒരു കേർവ്ഡ് ലൈൻ വരയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ലൈൻ കൂടെ വരച്ചു. അടുത്ത ലൈനാണ് വളരെ ട്രിക്കി ആയിട്ടുള്ള ലൈന്. ആദ്യം നമ്മളിങ്ങനെ ഒരു എസ് തിരിച്ചിട്ട പോലെ വരയ്ക്കുന്നു കേട്ടോ. എസ്സിന് നമ്മൾ ഉൾട്ടാ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഐസ്ക്രീമിൻ്റെ മുകളിലത്തെ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൊടിക്കൈയും കൂടെ ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരു ബോ നമുക്ക് ഈ ഐസ്ക്രീമിന് കൊടുക്കാം. ഐസ്ക്രീമിനെ നമ്മളൊരു ക്യാരക്ടറാക്കി മാറ്റുകയാണ്. അപ്പോൾ ഐസ്ക്രീമിന് ഒരു ബോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബോ വരയ്ക്കാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ആദ്യം സ്ക്വയർ വരച്ചു, പിന്നെ 2 ട്രയാങ്കിൾസ് 2 സൈഡിലായിട്ട് വരച്ചു. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഇനി ബോൻ്റെ നടുവിലായിട്ട് ഒരു കുഞ്ഞ് സർക്കിൾ പോലത്തെ, ഫുൾ സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ഒരു ഷേപ്പ് വരച്ചു. ഇനി നമ്മൾ ഐസ്ക്രീമിൻ്റെ മുകളിലത്തെ ഐസ്ക്രീം കോണിൻ്റെ മുകളിലത്തെ ഭാഗമാണ് വരയ്ക്കുന്നത്. ഐസ്ക്രീം കോണാണ് കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് സൈഡിലും അതേപോലെ വരച്ചു. ഇനി നമ്മൾ ഇതുപോലെ ഒരു ലൈനും കൂടെ വരച്ച് യോജിപ്പിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഐസ്ക്രീമിൻ്റെ കോൺ എന്ത് ഷേപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഐസ്ക്രീം കോൺ ഇസ് ഇൻ ട്രയാങ്കിൾ ഷേപ്പ്. സോ അതിനായിട്ട് നമ്മളിവിടെ ആദ്യം തന്നെ നമ്മൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പോയിൻ്റ് ഇട്ടു. ആൻഡ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ ആ പോയിൻ്റുമായിട്ട് യോജിപ്പിക്കുന്നു. റൈറ്റ് സൈഡ് ഓൾസോ ഡു ദ സെയിം തിങ്. റൈറ്റ് സൈഡിലും നമ്മൾ ആ പോയിന്റിലേക്ക് യോജിപ്പിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഐസ്ക്രീം കോണിൻ്റെ ഏകദേശ രൂപമായി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് കണ്ണുകളൊക്കെ വരച്ചു കൊടുക്കാം. നമുക്ക് നല്ല ക്യൂട്ടാക്കിയെടുക്കാം ഐസ്ക്രീം കോണിനെ. ഓക്കെ, നമ്മളിപ്പോൾ ഇച്ചിരി അടച്ചിരിക്കുന്ന കണ്ണുകളാണ് വരയ്ക്കുന്നത്. ഇത് നമുക്കൊരു എക്സ്പ്രഷനും കൂടെ കൊടുക്കണം. ഇതിന് കരയുന്ന പോലത്തെ എക്സ്പ്രഷനാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരിക്കുന്നതാക്കാം, വേണമെങ്കിൽ ദേഷ്യമുള്ളതാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം അല്ലേ? ഐസ്ക്രീം എന്തിനാണ് ഇങ്ങനെ സാഡായിരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തിനായിരിക്കും ഐസ്ക്രീം ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നത്? എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറി അതിന് പിന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനൊരു വായ കൂടി, കരയുന്ന പോലത്തെ വായ കൂടി വരച്ചു കൊടുക്കുകയാണ്. മുന്നേ ഐസ്ക്രീമിൻ്റെ വരകളൊക്കെ വരച്ചു കൊടുക്കാം. ഐസ്ക്രീം കോണിൻ്റെ ഡിസൈൻ ഉണ്ടാവില്ലേ, അത് വരച്ചു കൊടുക്കാം. ഇതേപോലെ ലെഫ്റ്റ് സൈഡിന് പാരലലായിട്ടുള്ള ലൈൻസ് വരച്ചു കൊടുക്കാം. അതേപോലെ റൈറ്റ് സൈഡിലും അറ്റത്ത് അറ്റത്തെ ലൈനിന് പാരലലായിട്ടുള്ള ലൈൻസ് ഇതേപോലെ വരച്ചു കൊടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈൻ സ്കെച്ച് പൂർത്തിയായിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ ഔട്ട്ലൈൻ സ്കെച്ച് ഈസ് റെഡി. ഇനി നമുക്ക് കളർ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ പിങ്കാണ് കൊടുക്കുന്നത്. ഐസ്ക്രീമിൻ്റെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് കളർ കൊടുക്കാം. കിവി ആണെങ്കിൽ ഗ്രീൻ കൊടുക്കാം, പിന്നെ മാംഗോ ആണെങ്കിൽ യെല്ലോ കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഈ കളർ കൊടുക്കുന്നത് ഞാൻ ഇത്തിരി സ്പീഡാക്കിയിട്ടുണ്ട്, ഓട്ടിച്ച് വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. ഇനി അടുത്തതായിട്ട് ഓറഞ്ച് കളർ കൊടുക്കാം. നമ്മുടെ ഐസ്ക്രീം കോണിന് ഓറഞ്ച് കൊടുക്കാം. ഓറഞ്ച് അല്ലാതെ വേറെ കളേഴ്സിലും കാണാൻ തോന്നും. ഗ്രീനൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കൊടുക്കാം. ഇനി നിങ്ങളുടെ ഭാവനയിലുള്ള ഐസ്ക്രീം ആണെങ്കിൽ നിങ്ങൾക്ക് റെയിൻബോ കളർ ഐസ്ക്രീം കോണൊക്കെ കൊടുക്കാം. അടുത്തതായിട്ട് ബോയ്ക്ക് കളർ കൊടുക്കാം. ബ്ലൂ കളറാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ നാക്കിന് റെഡ് കളർ കൊടുക്കാം. നിങ്ങളുടെ ഐസ്ക്രീം ഈസ് റെഡി. ക്യൂട്ട് ഐസ്ക്രീം റെഡിയാണ്. ഈസി അല്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കരയുന്ന ഐസ്ക്രീം. ഓക്കെ, ടാറ്റ ബൈ ബൈ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.